മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ പല വെബ്സൈറ്റിൽ നമുക്ക് പല ലിസ്റ്റുകളും കാണാം. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ വീണ്ടും സെർച്ച് ചെയ്യും ബെസ്റ്റ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. അപ്പോഴും പല വെബ്സൈറ്റിലും പല ലിസ്റ്റുകളായിട്ട് കാണും. ആഹാ, അടിപൊളി. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ സ്വന്തം നീഡ്സ് അനുസരിച്ചിട്ടാണ്, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾസ് അനുസരിച്ചിട്ടാണ്. ഷോർട്ട് ടേമിന് വേണ്ടിയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലോങ് ടേമിലേക്ക് വേണ്ടിയാണോ, ഇൻകം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ, നമ്മൾ എത്രത്തോളം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ട്സ് സെലക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള പല ആസ്പെക്ട്സിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാർഡ്സിൽ കൊടുക്കാം. അതൊന്ന് കാണുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പേഴ്സണലി ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റിലേക്ക് വരാം, ടൈം ഹൊറൈസൺ. നമ്മളൊരു ലോങ് ടേം അപ്രീസിയേഷൻ ആണോ ആ മ്യൂച്വൽ ഫണ്ടിന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം നീഡിന് വേണ്ടിയാണോ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു കീ പോയിന്റ് ആണ് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ലെറ്റ്സ് സേ ഒരു 10 years അല്ലെങ്കിൽ ഒരു 20 years, ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഞാനൊരു ഷോർട്ട് ടേമിലേക്കാണ് എന്റെ ഫണ്ട്സ് എനിക്ക് പാർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഈതർ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഒരു ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ ലോങ് ടേമിലേക്കാണ് നമുക്ക് നല്ല റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇക്വിറ്റി മാർക്കറ്റ്സിൽ ഷോർട്ട് ടേമിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇക്വിറ്റി മാർക്കറ്റ്സ് നെക്സ്റ്റ് ഇയർ എത്രത്തോളം റിട്ടേൺസ് നമുക്ക് തരും എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ലോങ് ടേമിൽ, ലെറ്റ്സ് സേ ഒരു 5 years മുകളിലേക്ക്, 10 years, 15 years, 20 years ഹിസ്റ്റോറിക് ഡേറ്റ നോക്കുവാണെങ്കിൽ ഒരു 10 years ടൈം ഹൊറൈസൺ നമ്മൾ ഏതൊരു പീരീഡിൽ എടുത്ത് നോക്കിയാലും മാർക്കറ്റ്സിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് റിട്ടേൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് കീ പോയിന്റ് ഞാൻ നോക്കുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഇക്വിറ്റിയിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫണ്ട്സ് ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 100 കമ്പനീസ് ആണ് ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. ഈ കമ്പനീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ് ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് മിഡ് ക്യാപ്പ് ഫണ്ട്സ് ഉണ്ട്. ടോപ്പ് 100th കമ്പനി ടു ടോപ്പ് 250th കമ്പനി ആണ് ഈ ഒരു മിഡ് ക്യാപ്പ് കാറ്റഗറൈസേഷനിൽ വരുന്നത്. ഈ കമ്പനീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ് മിഡ് ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ട് 250th കമ്പനി തൊട്ട് താഴോട്ട് ഉള്ള കമ്പനീസിനെയാണ് സ്മോൾ ക്യാപ് കമ്പനീസ് എന്ന് പറയുന്നത്. ഈ കമ്പനീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സിനാണ് സ്മോൾ ക്യാപ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഞാൻ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇക്വിറ്റിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇനി ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഏത് കാറ്റഗറി ഓഫ് ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ എനിക്ക് ലാർജ് ക്യാപ്പിലേക്കുള്ള എക്സ്പോഷർ വേണം, മിഡ് ക്യാപ്പിലേക്കും എക്സ്പോഷർ വേണം, അതേപോലെ സ്മോൾ ക്യാപ്പിലേക്കും എക്സ്പോഷർ വേണം. സോ ഞാൻ ഈ 3 കാറ്റഗറിയിലേക്കും എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഫണ്ട്സ് വെച്ച് ഞാൻ സെലക്ട് ചെയ്യും. ഇതിന് ശേഷം നമുക്ക് ഓരോ ഫണ്ട്സിന്റെയും പാസ്റ്റ് പെർഫോമൻസ് വേണമെങ്കിൽ നോക്കാം. പക്ഷെ ഞാൻ അതിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്പെൻസ് റേഷ്യോയ്ക്കാണ്. കാരണം പാസ്റ്റ് പെർഫോമൻസ് വെച്ച് നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിലും ഇതേ സെയിം പെർഫോമൻസ് തരും എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ പാസ്റ്റ് പെർഫോമൻസിന് ഒരു ലീസ്റ്റ് ഇമ്പോർട്ടൻസ് തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള ഫണ്ടുകളാണ് ചൂസ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ചെയ്യുന്നത് ഇൻഡെക്സ് ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിനാണ് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിഫ്റ്റി 50 എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പ് 50 കമ്പനീസ് ഉൾപ്പെടുന്ന ഒരു പെർഫോമൻസ് ട്രാക്കിംഗ് മെട്രിക് ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. സോ ഈ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന, ഈ ഇൻഡെക്സ് തരുന്ന ആ സിമിലർ റിട്ടേൺസ് തരുന്ന ഒരു ഫണ്ടിനെയാണ് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ കേസിൽ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. സോ ഇത് ആക്റ്റീവ്ലി മാനേജ് ചെയ്യാത്ത ഒരു ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. ഇൻഡെക്സ് ഫണ്ടിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്,
അതിന്റെ ലിങ്ക് ഞാൻ കാർഡ്സിൽ കൊടുക്കാം. സോ ഞാൻ ലാർജ് ക്യാപ് എക്സ്പോഷറിന് വേണ്ടിയിട്ട് ഞാൻ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഞാൻ സെലക്ട് ചെയ്യും. അതേപോലെ തന്നെ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ടും ഞാൻ സെലക്ട് ചെയ്യും. നിഫ്റ്റി 50യിൽ ടോപ്പ് 50 കമ്പനീസ് വരുന്നുണ്ട്. നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ ആ 50th കമ്പനി ടു 100th കമ്പനി വരുന്നുണ്ട്. അപ്പോൾ തന്നെ ലാർജ് ക്യാപ്പിലേക്ക് കംപ്ലീറ്റ്ലി ഒരു എക്സ്പോഷർ എനിക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് കഴിഞ്ഞ് ഞാൻ മിഡ് ക്യാപ് എക്സ്പോഷറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത് മിഡ് ക്യാപ് 150 ഇൻഡെക്സ് ഫണ്ട് ആയിരിക്കും. ഇതിൽ തന്നെ മിഡ് ക്യാപ് കാറ്റഗറിയിലുള്ള 150 കമ്പനീസിലേക്കും ഉള്ള എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതേപോലെ സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു സ്മോൾ ക്യാപ് ഫണ്ട് തന്നെ ചൂസ് ചെയ്യും. ഈ ഫണ്ട്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഞാൻ ആ ഫണ്ട്സിന്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യും. അതായത് AUM ഒന്ന് നോക്കും. AUM എന്ന് പറഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്നാണ് അർത്ഥം. ആ ഒരു പർട്ടിക്കുലർ ഫണ്ടിന്റെ ടോട്ടൽ ഫണ്ട് വാല്യൂവിനെയാണ് AUM എന്ന് പറയുന്നത്. വളരെ കുറവ് AUM ഉള്ള ഫണ്ട്സും ഞാൻ സെലക്ട് ചെയ്യാറില്ല, എന്നാൽ വളരെ കൂടുതൽ AUM ഉള്ള ഫണ്ട്സും ഞാൻ സെലക്ട് ചെയ്യാറില്ല. പിന്നെ എപ്പോഴും ഞാൻ ഫണ്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ ഫണ്ട്സ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം സേഫ് ആണെങ്കിലും ഇൻ കേസ് ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ബാങ്ക്രപ്സിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഫണ്ട്സ് തിരികെ കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് ടൈം ഒക്കെ ചിലപ്പം എടുക്കുമായിരിക്കും. സോ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ ഫണ്ട്സിലേക്ക് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ നീഡ്സ് അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ്. അത് ഓരോരുത്തർക്കും അത് ഡിഫറെന്റ് ആയിരിക്കാം. ഞാൻ എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രോസസ് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മളുടെ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ് ഗോൾസും ഇൻവെസ്റ്റ്മെന്റ് നീഡ്സും അനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാവുള്ളൂ. ഒരിക്കലും ആ ഫണ്ട് പാസ്റ്റ് പെർഫോമൻസ് മാത്രമോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ അത് കണ്ടു എന്നുള്ളത് മാത്രമായിരിക്കരുത് ഒരിക്കലും ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന്റെ റീസൺ. ഒരു പർട്ടിക്കുലർ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ അറിയണം, ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫണ്ട് സെലക്ട് ചെയ്തത് എന്നുള്ളത്. നമ്മളുടെ സ്വന്തം ആവശ്യം അനുസരിച്ചായിരിക്കണമല്ലോ ഈ ഒരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ ഫണ്ട്സ് മാത്രമല്ല, പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെക്ടോറൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ സെക്ടറിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സിനാണ് സെക്ടോറൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ IT സെക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പല ഫണ്ട്സും ഈ പാസ്റ്റ് ഒരു 10 ഇയേഴ്സിൽ വളരെ അധികം റിട്ടേൺസ് തന്നിട്ടുണ്ട്. പക്ഷെ എഗെയിൻ ഈ ഫണ്ട്സ് നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്ക് സിമിലർ റിട്ടേൺസ് തരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പേഴ്സണലി നമ്മുടെ റീസെർച്ചും നമ്മുടെ അനാലിസിസും അനുസരിച്ച് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുകയാണ്, ഓക്കെ, ഈ ഒരു സെക്ടർ നന്നായിട്ട് ഇനി അടുത്ത 5 ഇയേഴ്സ് 10 ഇയേഴ്സിലേക്ക് പെർഫോം ചെയ്യും. സോ അപ്പോൾ ആ ഒരു സെക്ടോറൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ നമ്മുടെ റീസെർച്ചിലൂടെ നമുക്ക് മനസ്സിലായെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതേപോലെ ഷോർട്ട് ടൈം ഹൊറൈസൺ ആണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ഫണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല ഫണ്ട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. സോ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന്റെ ഒരു ബേസിക് തോട്ട് പ്രോസസ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എക്സാക്ട്ലി എങ്ങനെയാണ് ഓരോ ഫണ്ട്സിന്റെ പറ്റിയിട്ട് റീസെർച്ച് ചെയ്യുന്നത്, ഏതൊക്കെ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ള വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. സോ അത് മിസ് ചെയ്യാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതും കൺസിഡർ ചെയ്യുക. 2022 എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫൈനാൻസസ് മാനേജ് ചെയ്യണം എന്നറിയാനായി ഈ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ലേൺ, ബി സ്മാർട്ട് ആൻഡ് ബി ഫൈനാൻഷ്യലി ഫ്രീ.